ജീവിക്കാൻ പൈസ വേണം. പൈസ കിട്ടണമെങ്കിൽ പണിയെടുക്കണം. പണിയെടുക്കാൻ നിനക്ക് മടിയുണ്ടാ? അങ്ങനെയാണെങ്കിൽ നീ പിച്ചതുണ്ട്, പൈസ ഇഷ്ടം പോലെ കിട്ടും. ഒരു പിച്ചക്കാരൻ്റെ പേര് പറഞ്ഞിട്ടുള്ളൂ. അത് പറയുമ്പോൾ തന്നെ എൻ്റെ മുമ്പിൽ പിച്ചക്കാരൻ വന്നു. ചേട്ടാ എന്തെങ്കിലും തരണേ ചേട്ടാ. ഇത് 1000 രൂപയോളം ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. ഓ മരുന്ന് വാങ്ങാനുണ്ട് മുതലാളി, എന്തെങ്കിലും താ മുതലാളി. മുതലാളി ഞാനാ? ഇതാ ഈ വീട്ടിലുണ്ട് ഒരു മുതലാളി, അവിടെ പോയി ചോദിക്കും. അവിടെ പോയാ നല്ലൊരു കോള് കിട്ടും. അടുത്തേക്ക് പോയിക്കോ. ഇയാൾക്കെന്താ പ്രാമ്പായി പോയാ? നിങ്ങളല്ലേ മോളില് കണ്ടത് ഇത്ര പെട്ടെന്ന് താഴത്തെത്തിയ? എന്താ നീ പേടിച്ചാ? ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നതാ, ഞാൻ ചെറുങ്ങനെ ഒന്ന് പേടിച്ച്. ചേട്ടാ എന്തെങ്കിലും തരണേ ചേട്ടാ. ഒന്നുമില്ലാത്തവനാണ് ചേട്ടാ, പഞ്ചാബ് പോയി കഞ്ചാവ് അടിച്ചിട്ട് ഇല്ല പൈസ എല്ലാം പോയി ചേട്ടാ, ആകെ ബുദ്ധിമുട്ടിലാണ്, എന്തെങ്കിലും തരണേ. മുതലാളി ഒന്നും പറയുന്നില്ലല്ലോ, എന്താ മുതലാളി? എന്തെങ്കിലും അല്ല, കാര്യമായിട്ട് എന്തെങ്കിലും തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുതലാളിനെ കണ്ടാൽ നല്ല കോള് കിട്ടുന്നതാണ് വഴിയിൽ ഒരുത്തനെ കണ്ടപ്പോൾ പറഞ്ഞത് മുതലാളി. അവൻ അങ്ങനെ പറഞ്ഞ ഭൂകമ്പം വന്നിട്ട് കുടുംബം മൊത്തം മണ്ണിനടി പോയി മുതലാളി. ഭൂകമ്പം വന്നിട്ട് നിങ്ങൾ മാത്രം ബാക്കിയായി അല്ലേ? എന്താടാ നീ പോന്ന്? നിനക്കൊന്നും വേണ്ടേ? ഞാൻ പോവാ മുതലാളി, ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. നീ എന്തൊരു മണ്ടനാന്നടാ, പ്രേതങ്ങൾ കുടികൊള്ളുന്ന വീട്ടിലാണ് നീ പിച്ചെടുക്കാൻ വന്നത്. ആ നീ പോവാണല്ലേ? അയ്യോ പണ്ടാരിത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ അയ്യോ എങ്ങനെയാ രക്ഷപ്പെടും? ഇങ്ങോട്ട് വരുമ്പോ തുറന്ന് ഗേറ്റ് ഇതാരാ പൂട്ടിയത്? അയ്യോ പണ്ടാര ഇത് ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ചാലും വഴിയും കാണുന്നില്ല. ആ കയ്യിലുള്ള പൈസ പോയാലൊന്നും വേണ്ടിയില്ല, പൈസ ജീവൻ കിട്ടിയല്ല. എന്തായി അയാളിവിടെ രക്ഷപ്പെട്ട? ഓന്റെ വഴി പോയി, ഓന്റെ പിച്ചച്ചട്ടി പൈസ ഇവിടെ കിടക്കുന്നു. എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? അതെ ആ പൈസ എണ്ണി നോക്ക്, വൈകുന്നേരം ബിവറേജ് പോയി ഫുള്ള് വാങ്ങാനുള്ളതാ. പൈസ എത്രയുണ്ട് നോക്കിയേ. അത് എണ്ണാനൊന്നുമില്ല. അവര് ഫുള്ള് വാങ്ങാനുള്ള പൈസ ഉണ്ടല്ലോ അല്ലേ? നോക്കിയേ 1000 ഉണ്ട്. ഞാൻ ബിവറേജിൽ പോയിട്ട് വരാം. ഓ ആ പിച്ചക്കാരനെ ഓടിക്കാൻ വേണ്ടിട്ട് ഞാൻ ചിരിച്ച് എന്റെ ഊപ്പാട് ഊരി. ഓ ഇനി നാളെ ഇപ്പൊ എന്താ ചെയ്യാ? ഇന്നത്തെ കുപ്പി വാങ്ങേണ്ട പൈസ ആയല്ലോ, നാളത്തേക്കുള്ളത് വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ആ എന്റെ അകക്കണ്ണിൽ നാളത്തേക്കുള്ള വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിൽ കണ്ട വഴിയാണോന്ന് നോക്കട്ടെ. ആ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന വഴി ഞാൻ പറയാം. ആ മുക്കില് കണ്ണു കാണാത്തൊരു സ്ത്രീ ലോട്ടറി വെക്കുന്നുണ്ടല്ലോ, അവരുടെ ലോട്ടറി പൈസയൊക്കെ തട്ടിപ്പറിച്ചിട്ട് നാളെ ബീവറേജിൽ പോകാനുള്ള പൈസ കണ്ടെത്തണം. ഞാൻ മനസ്സിൽ കണ്ടത് തന്നെ സ്വാമി കണ്ടു. ഞാൻ ചിരിച്ച് ഒരു വഴിക്കായി. സേവിക്കാൻ സമയമായി, ബീവറേജിലേക്ക് വിടുക. അയ്യോ